അനുഗ്രഹിക്കപ്പെട്ട നല്ല അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അസംസ്കോട് കുണ്ട്ര സെക്ഷൻ്റെ സൺഡേ സ്കൂളിൻ്റെയും സിയുടെയും സംയുക്തമായിരിക്കുന്ന ഈ സമ്മർ ക്യാമ്പിൽ എനിക്ക് കുടുംബമായിട്ട് വന്ന് പങ്കെടുക്കുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ സെക്ഷൻ പ്രസ്പെക്ടർ പാസ്റ്റർ ഷോജ് ഘോഷ് പാസ്റ്റർ, സെക്ഷനുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ച് മുൻ പ്രസ്പെക്ടറി അംഗമായ സേവനപക്ഷ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ജോയ് അവറുകൾ, ജോയ് പാസ്റ്റർ, സെക്ഷൻ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷ് പാസ്റ്റർ, പ്രീശമിൽസംബു പാസ്റ്റർ, അതുപോലെ തന്നെ മാത്യു പണിക്കർ, പ്രത്യേകിച്ച് സൺഡേ സ്കൂളിലെയും സി എയ്ക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, സ്ഥാപന നേതൃത്വ ടീം, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ക്രിസ്ത്യ വന്ദനത്തെ അറിയിക്കുക. പകല് നല്ല കൂട്ടമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ തുടർച്ചയായി നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വൈകിട്ടത്തെ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രാവിലെ തുടങ്ങിയ മീറ്റിംഗാണ്. വേഗത്തിൽ ആശീർവാദം പറഞ്ഞാൽ പോകാനുള്ള ഒരുക്കത്തോടെയാണ് എല്ലാവരും ആയിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യസമയത്ത് ക്ലാസ് കഴിഞ്ഞ് സന്തോഷത്തോടെ പര്യവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എങ്കിലും പുറകിലൊക്കെ ചിതറിയിരിക്കുന്ന ആൾക്കാർ ദയവായിട്ട് കഴിവതും മുൻപിലേക്ക് കയറിയിരിക്കുന്നത് എനിക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു പ്രചോദനമായി തീരാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ ദൈവിക പ്രവൃത്തികളെയും ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ നന്നായി ഉപയോഗിക്കേണ്ടതിനും കർത്താവിൻ്റെ വേലയ്ക്കായി നമ്മെ സമർപ്പിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുൻപാകെ ആയിരിക്കാം. പ്രധാനമായിട്ടും ഒരു തിരുവചന വേദഭാഗം വായിച്ച് നിങ്ങളുമായിട്ട് ചില വേദഭാഗങ്ങൾ പങ്കുവയ്ക്കുവാനായി താല്പര്യപ്പെടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം. വളരെ ലളിതമായിട്ടുള്ള തിരുവചന വേദഭാഗമാണ്. അപ്പോൾ തന്നെ ദൈവദാസന്മാർക്ക് ആവർത്തന വിരസതയുള്ള കാര്യങ്ങളുമായിരിക്കാം സംസാരിക്കുന്നത്. എങ്കിലും ഇന്നത്തെ ഈ രാത്രി യോഗത്തിൻ്റെ സന്ദേശത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായി താല്പര്യപ്പെടുകയാണ്. 19-20 വാക്യങ്ങൾ വായിക്കാം. പ്രീസ്തലോ ഒന്ന് വിശുദ്ധ വലതുകരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പരിശുദ്ധ പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വൈകിട്ടത്തെ യോഗത്തിൽ വന്ന് സംബന്ധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഈ രാത്രി യോഗം ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേ. ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ സെക്ഷൻ കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം. എല്ലാ നിലയിലും ഈ സെക്ഷനും ഇവിടെ കടന്നു വരുന്ന എല്ലാ ദൈവമക്കളും ഒരുപോലെ അനുഗ്രഹമാക്കിയ ദൈവം പരിശുദ്ധാത്മാവ് തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിൻ്റെ ആദ്യ ഉടനെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. വചനത്തിൽ സംസാരിക്കാൻ അടിനെ ശക്തീകരിക്കണം. അടിൻ്റെ വായോട് നാവോടും കൂടി ഇരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രധാനമായിട്ട് ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, സഭയുടെ ചുമതലകൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. യൗവനം മുതൽ അവസാനം വരെ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വേണം. 3 ചോദ്യങ്ങൾ. ഒന്ന്, ഞാൻ ആരാകുന്നു? 2, ഞാൻ എവിടേക്ക് പോകുന്നു? 3, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ചെയ്യേണ്ട കാര്യങ്ങൾ. Who am I? Where do I belong? What am I supposed to do? ഞാൻ ആരാണ്? ഞാൻ എവിടേക്ക് പോകുന്നു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തൊക്കെ ഞാൻ ചെയ്യണം? ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾ. എന്താ 3 ചോദ്യങ്ങൾ? പഠിച്ചവരെല്ലാം
3 ചോദ്യം പറയാൻ പറ്റുമോ? ആ ശരി, 3 ചോദ്യം അല്ലേ? 3 ചോദ്യം. 3 ചോദ്യത്തിൽ അവസാനത്തെ കാര്യം, വാട്ട് ആം ഐ സപ്പോസ് ടു ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 3 ചോദ്യങ്ങൾ. ഇന്നത്തെ വൈകിട്ടത്തെ ക്യാമ്പിൽ വന്ന എല്ലാവരും അത് കാണാതെ പഠിക്കണം. അവസാനം വരെ ഈ 3 ചോദ്യം എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടായിരിക്കണം. മനസ്സിലായി? പ്രായമുള്ളവരും പ്രായം ചെന്ന് കഴിഞ്ഞെന്ന് വിചാരിക്കേണ്ട, ഇനി അവസരം ഉണ്ടല്ലോ. അതുകൊണ്ട് അത് നിങ്ങളും കൂടെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. ഇനി ഇവിടെ വന്നിരിക്കുന്നവർ ചോദിക്കുക, നിങ്ങൾ ഏറ്റവും അവസാനം എന്നാണ് സുവിശേഷം പറഞ്ഞത്? ആ ഡേറ്റ് ഒന്ന് പറയാമോ? ഡേറ്റ് പറയാമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ചോദ്യം കേട്ടോ. ഏറ്റവും അവസാനം എന്നാണ് സുവിശേഷം പറഞ്ഞത്? എന്തുവാ? രണ്ടാമത്തെ ചോദ്യം, ആരോടാണ് ഏറ്റവും അവസാനം സുവിശേഷം പങ്കുവെച്ച്? ഈ 2 ചോദ്യത്തിന് ഉത്തരം പറയാൻ മീറ്റിങ്ങിൽ വന്നവർ മാത്രമല്ല, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരും വീടുകളിൽ ഇരുന്ന് നല്ല ഉത്തരം പറയണം. ഉത്തരം പറയാത്തവർ ഉത്തരം പറയാനായിട്ട് എന്ത് ചെയ്യണം? ഒരുങ്ങണം. അടുത്ത ക്യാമ്പിൽ ആരെങ്കിലും ഇതുപോലെ ചോദ്യം ചോദിച്ചാൽ ചാടിക്കേറി ഉത്തരം പറയണം. റെഡിയാണോ? എന്തോ പറയുന്നു? അങ്ങനെ പറയുമെന്ന് പറയാൻ എത്ര പേരുണ്ട്? ഇന്ന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അടുത്ത ക്യാമ്പിലെങ്കിലും ഉത്തരം പറയണമെന്നുള്ള ചിന്തയുള്ള എത്ര പേരുണ്ട്? കൈ പുറകിലൊക്കെ കാണണ്ട, കേൾക്കുന്നില്ലേ? ശരി. പ്രധാനമായിട്ട് ഇന്നത്തെ ഈ സഭയുടെയൊക്കെ പ്രധാനമായി പ്രായമുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചില വ്യത്യാസപ്പെടുത്തിയാണ്. ഈ സഭകളിലെ ചില ദുരന്തങ്ങളെന്ന് പറയുന്നത്, സംഘാടകരുണ്ട്, ആത്മഭാരമുള്ളവർ വളരെ കുറവാണ്. എന്താണ്? സംഘാടകരുണ്ട്, യോഗം നടത്താൻ ആളുണ്ട്, ഏത് പ്രോഗ്രാമും കോർഡിനേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ സംഘാടകരുണ്ട്. അത് ശാരീരികമായ ഉത്സാഹം കൊണ്ട്, ശാരീരികമായ അധ്വാനം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഹൃദയഭാരമുള്ളവർ വളരെ ചുരുക്കമാണ്. ഹൃദയഭാരമുള്ളവർ അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൃദയഭാരത്തോടെ ഭയങ്കര മധ്യസ്ഥ അണച്ചെങ്കിൽ മാത്രമേ ഒരു ആത്മീയ അധ്വാനമാണ് എന്ത് ആത്മാക്കളെ നേടുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദൈവസഭയ്ക്ക് വേണ്ടിയത് സംഘാടകരെ അല്ല, ആത്മഭാരമുള്ളവരെയാ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവസഭയ്ക്ക് കുണ്ട്ര സെക്ഷനിലുള്ള ദൈവസഭകൾക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടിയത് സംഘാടകരല്ല, നേതാക്കന്മാരല്ല, പിന്നെയോ ആത്മഭാരമുള്ളവരെയാണ് ആവശ്യം. ആത്മഭാരമുള്ളവരെ. സംഘാടകർ വേണ്ടേ? പൗലോസ് സംഘാടകനായിരുന്നു. പൗലോസ് നല്ല സംഘാടകനായിരുന്നു. പക്ഷെ പ്രവൃത്തിയുടെ റോമാലേഖനം 15-ാം അധ്യായത്തിൽ 15 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് സംഘാടകനുമായിരുന്നു, ഹൃദയഭാരമുള്ള മനുഷ്യനായിരുന്നു. ഒരു മിഷണറി സ്ഥാപനമായിരുന്നു പൗലോസ്. മിഷണറി സ്ഥാപനം. അതുകൊണ്ട് സംഘാടകർ കുറച്ചും ആത്മഭാരമുള്ളവർ കൂടുതലും ദൈവസഭയിൽ എഴുന്നേറ്റാൽ പ്രശ്നങ്ങൾ കുറവായിരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.
ഇന്നത്തെ കാലത്ത് ദൈവസഭയ്ക്ക് വേണ്ടിയത് ആത്മഭാരമുള്ളവര് കൂടുതലും സംഘാടകർ കുറച്ചുമാണെങ്കിൽ ദൈവസഭയ്ക്കകത്തൊരു വലിയ ഉണർവ് സംഭവിക്കുവാനിടയാകും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. വ്യത്യസ്തമായി ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ഇതിനകത്ത് ചിലര് ഹൃദയഭാരത്തോടെ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അയക്കുന്നവർ അനേകരാ. അയക്കാൻ ഒത്തിരി പേരുണ്ട്. പക്ഷെ ആത്മാക്കളെ നേടാൻ ചുരുക്കം പേരേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആത്മാക്കളെ നേടാൻ യേശു ഒരു മിഷണറിമാരി അയച്ചു. 12 പേരെ തെരഞ്ഞെടുത്ത് എന്ത് ചെയ്തു? യേശു അയച്ചു. പക്ഷേ അപ്പോൾ തന്നെ യേശു എന്ത് ചെയ്തു? പോകുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അയക്കുക മാത്രമല്ല യേശു ചെയ്തത്, യേശു പോകാൻ തയ്യാറായി. മനസ്സിലായില്ലേ? എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും, നിങ്ങളെല്ലാവരും അല്ലേ? അതുകൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അയക്കുക മാത്രമല്ല, ആത്മാക്കളെ നേടാൻ യേശു നല്ല മാതൃക കാണിച്ചു. അതുകൊണ്ട് അയക്കേണ്ട എന്നല്ല, അയക്കുന്നവരും ആത്മാക്കളെ നേടുന്നവരായി തീരണം. ആത്മാക്കളെ നേടുന്നവരാണ്. അതുകൊണ്ട് സഭയ്ക്കകത്ത് തൂണുകൾ മാത്രം പോരാ. തൂണാകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ആത്മഭാരമുള്ളവർ ദൈവസഭയ്ക്കകത്ത് എന്ത് ചെയ്യണം? ശക്തിയോടെ എഴുന്നേൽക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയുമെങ്കിലും ഇന്ന് രാവിലെ സമയം ദത്തെടുക്കുന്നവർ അനേകരാ. ദത്തെടുക്കാൻ, എന്നാൽ ദൈവസഭയ്ക്കകത്ത് മാതാപിതാക്കളാണ് ആവശ്യം. മക്കളെ ജനിപ്പിക്കുന്നവർ എന്ത് ചെയ്യണം? ദൈവസഭയിൽ എഴുന്നേൽക്കണം. എന്ന് പറഞ്ഞാൽ ആത്മീക സന്തതികളെ ജനിപ്പിക്കുന്ന പേരൻസ് ആണ് ദൈവസഭയ്ക്കകത്ത് വേണ്ടത്. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം. ദത്തെടുക്കാൻ മാത്രമല്ല, എന്നാൽ അതിനപ്പുറത്ത് ആത്മാക്കളെ ജനിപ്പിക്കുവാൻ കഴിയുന്നവരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകളെ അയക്കുകയാണ്. അന്ത്യോക്യയിലെ സഭയിൽ എന്താണ്? അന്ത്യോക്യയിലെ സഭ എന്താണ് ചെയ്തത്? മിഷണറിമാരെ എടുക്കുകയല്ല, മിഷണറിമാരെ സഭയിൽ നിന്ന് അയക്കുകയായിരുന്നു. സ്തോത്രം ചെയ്തോട്ടെ. മുഖത്തല സഭയിൽ നിന്ന് മിഷണറിമാരെ എടുത്തയക്കുകയല്ല, പിന്നെ ഇവിടെ നിന്ന് ചില മിഷണറിമാരെ എന്ത് ചെയ്യണം? അയക്കാനിടയായിത്തീരണം. അതുകൊണ്ട് എല്ലാ സഭകളിലും ഒരു വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ ഒരു സമൂലമായിരിക്കുന്ന മാറ്റം ആഗോള വ്യാപകമായി സഭാ വളർച്ചയിൽ, സഭാ സംസ്ഥാപനത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ വ്യത്യാസം ദൈവം നമ്മുടെ നടുവിൽ അയച്ചേ പറ്റത്തുള്ളൂ. പണം കൊടുക്കാൻ ചിലപ്പോൾ ധാരാളം പേര് കണ്ടേക്കാം, പക്ഷെ പോകാൻ ആളില്ല. പണം കൊടുക്കാൻ ആളുണ്ട്, പോകാൻ ആളില്ല. പണമല്ല പ്രശ്നം, ഇവിടെ ജനമാണ് വിഷയം. സ്തോത്രം ചെയ്ത യേശുവിന്റെ നാമത്തിൽ. പണത്തെക്കാൾ ഉപരിയായി പോകാൻ ഇവിടെ ജനം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ യേശു പറയുകയാണ്, അടിയനെ അയക്കണമേ എന്ന് പറയാൻ യേശു തയ്യാറായി. അല്ലേ? പ്രവാചകൻ തയ്യാറായി. ഇന്ന് രാത്രി വേളയിൽ ഈ മിഷൻ മീറ്റിംഗിൽ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് കഴിയുന്നത് പ്രധാനപ്പെട്ട ദൈവസഭയ്ക്കകത്ത് കടന്നുകൂടിയിരിക്കുന്ന ദുരന്തങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനപ്പുറത്ത് ആത്മസമ്പാദകരായി ഹൃദയഭാരമുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ, പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയും അതിനായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കും. ഇവിടെ ആദ്യം വായിച്ചത് യേശു ഇരുന്നു, അവർ പുറപ്പെട്ടു. അങ്ങനല്ലേ വാക്യം? 19-ാമത്തെ വാക്യം ഒന്നോടെ വായിച്ചു. 19-ാമത്തെ വാക്യം. ആ ആ ആ
അവർ പുറപ്പെട്ടു. യേശു ഇരുന്നപ്പോൾ അടുത്ത തലമുറ പുറപ്പെടുകയാണ്. കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പോയിരിക്കുക. വലത്തുഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യേശു ഇരുന്നു, അവർ പുറപ്പെട്ടു. അല്ലേ? ഇവിടെ പ്രായമുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. പ്രേക്ഷലോ പാസ്റ്റർ ജോയ് പാസ്റ്റർ ഞങ്ങളുടെ കുമളി സെക്ഷൻ്റെ പ്രസ്പെക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട്, വേലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രായമുള്ള ഒത്തിരി പിതാക്കന്മാർ, ഓടി ക്ഷീണിച്ചവർ, ആത്മാക്കളെ നേടിയവർ കണ്ടേക്കാം. ഈ വേദവാക്യം ഞാൻ പറയുമ്പോൾ ആമേൻ, യേശു തൻ്റെ ശുശ്രൂഷ തീർത്തിട്ട് ഇരുന്നപ്പോൾ ശിഷ്യന്മാർ പുറപ്പെടാനിടയായി. മനസ്സിലായില്ലേ? ചിലർ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ചിലർ എഴുന്നേൽക്കാൻ റെഡിയാകണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ ചിലർ ഇരിക്കാൻ തുടങ്ങുമ്പോൾ, ചിലർ ക്ഷീണിക്കുമ്പോൾ, ചിലർ റിട്ടയർമെന്റിന് വേണ്ടി തയ്യാറാകുമ്പോൾ, അതിനപ്പുറത്ത് ചെറുപ്പക്കാരായിരിക്കുന്ന ചിലര് ശക്തിയോടെ പുറപ്പെടാൻ തുടങ്ങുന്നെങ്കിൽ വീണ്ടും ദൈവം തൻ്റെ പ്രവൃത്തി നമ്മുടെ നടുവിൽ അയക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ചിലർ ഇരിക്കട്ടെ. എത്ര പേർ തന്നെ അടുത്തോടെ പറയും, പിതാക്കന്മാർ, മാതാക്കൾ, അഭിഷിക്തർ, പ്രായമുള്ളവർ ഇരിക്കട്ടെ, ഞങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാണെന്ന് പറയാൻ ഈ ക്യാമ്പിൽ എത്ര ചെറുപ്പക്കാർ റെഡിയാ? സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് കരങ്ങൾ വീശി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ്. എനിക്കറിയാം വളരെ ക്ഷീണിച്ച് നിങ്ങൾ ഇരിക്കുന്നെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ ക്യാമ്പിലൂടെ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിനായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചിലർ ഇരിക്കുമ്പോൾ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് വളരെ ചുറിയുറുപ്പുള്ള സഹോദരന്മാരാണ്. ജോൺസൺ ജോയിയെ സംബന്ധിച്ചിടത്തോളം ഹാഗിയോസ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഇതിനകത്ത് ചുറിചുരുപ്പുള്ള ആക്റ്റീവായി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പോകുന്ന അനേകരുണ്ടെന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, യേശു ഇരുന്നപ്പം ശിഷ്യന്മാരെന്ത് ചെയ്തു? പുറപ്പെടാൻ തയ്യാറായി. സുവിശേഷീകരണത്തിൻ്റെ മിഷൻ പ്രവർത്തനത്തിൻ്റെ എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് 15-ൽ പരം വാക്യങ്ങൾ കാരണം സഹിതം എടുത്തു പറയാനുണ്ട്. അതിന്ന് രാത്രി ഇവിടെ ക്ലാസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. എങ്കിലും 2-3 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് മത്തായി 22:18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ്? അവർ മാസ്റ്റേഴ്സ് കമാൻഡ്, എന്താ? ഗ്രേറ്റ് കമ്മീഷൻ, യേശുവിൻ്റെ അന്ത്യകൽപ്പനയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെട്ട് സകല ജാതികളെയും എന്ത് ചെയ്യണം? ശിഷ്യരാക്കണം. 28:18 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായി 28:18 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ പുറപ്പെട്ട് ദൈവത്തിൻ്റെ ഹൃദയം, മിഷൻ ഈസ് ദ ഹാർട്ട്ബീറ്റ് ഓഫ് ഗോഡ്. മിഷൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പാണ്. ഹൃദയത്തിൻ്റെ തുടിപ്പ് അല്ലേ? ദൈവത്തിൻ്റെ ഹൃദയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റ് കമ്മീഷനാണ്, ഏറ്റവും വലിയ കൽപ്പനയാണ്. നിങ്ങൾ പുറപ്പെടുക അല്ലേ? നിങ്ങൾ പുറപ്പെടുക. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പെൺമക്കളോടും ആൺമക്കളോടും ഞാൻ ചോദിക്കുന്നു, ട്രാക്റ്റുമായിട്ട് പോയിട്ടുള്ള എത്ര പേരുണ്ട്? ട്രാക്റ്റും കൊടുക്കാൻ പോയ എത്ര പേരുണ്ട്? അല്ലേ? ഒരു ട്രാക്റ്റെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. സ്തോത്രം. പോകുക, പുറപ്പെടുക, അതാ അവിടെ പ്രധാനപ്പെട്ട വാക്യം. നിങ്ങൾ പുറപ്പെടുക. അപ്പം സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ
കൽപ്പനയാണ്, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ കൽപ്പന. അല്ലാതെ സെക്ഷൻ പ്രൊസ്പിരിയുടെ കൽപ്പനയല്ല, പാസ്റ്റർമാരുടെ കൽപ്പനയല്ല, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെടണം, സകല ജാതികളെയും എന്ത് ചെയ്യണം? ശിഷ്യരാക്കണം. മേക്ക് ദം ഓൾ ഡിസൈപ്പിൾസ്, സകലരെയും ശിഷ്യരാക്കണം. അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. പോകാൻ തയ്യാറാകണം. പോകാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ആത്മാക്കളെ നേടാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ആത്മാക്കളെ നേടാൻ കഴിയത്തുള്ളൂ. അപ്പോൾ വാക്യം എന്താണ്? യേശു ഇരുന്നു, ശിഷ്യന്മാർ പുറപ്പെട്ടു. മത്തായി 22:18 പറയുന്നു, ദ ഗ്രേറ്റ് കമ്മീഷൻ, അന്ത്യനിയോഗമാണ് നിങ്ങൾ പുറപ്പെടുക എന്നുള്ളത്. പുറപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ്റ്റർമാരൊക്കെ വീടുകളിൽ വരികയും സുവിശേഷം പറയുകയും പ്രസ്താവിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിന് 27-ാമത്തെ വാക്യം വായിക്കാം. പ്രവൃത്തി 16:27. അപ്പോൾ പൗലോസ് കാരാഗൃഹത്തിൽ ഒടുവൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവന്റെ ശബ്ദം പൗലോസ് തിരിച്ചറിഞ്ഞു. അല്ലേ? പൗലോസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കാരാഗൃഹത്തിനകത്തൊരു ശബ്ദം ഉണ്ടായി. തന്നെത്താൻ വാളൂരി കൊല്ലാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളുടെ ശബ്ദം പൗലോസിന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ പൗലോസ് അത് തിരിച്ചറിഞ്ഞിട്ട് പൗലോസ് കാരാഗൃഹ പ്രമാണിയോട് സുവിശേഷം പറയുക അല്ലേ? നിങ്ങളുടെ കോളേജ് ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ, അയൽപക്കങ്ങളിലൊക്കെ എത്രയോ പേര് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അവരുടെ ശബ്ദം നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ യേശുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കാൻ കഴിയത്തുള്ളൂ. ശബ്ദമല്ലേ? അങ്ങനെ ശബ്ദം കേട്ട് ആ ശബ്ദം തിരിച്ചറിയുന്നവര് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അല്ലേ? നിങ്ങളെപ്പോലെ സമപ്രായമുള്ള അനിയന്മാർ, അനിയത്തിമാർ, പെങ്ങന്മാർ, സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ. എന്താണെന്നറിയാം, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച് ലോകത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് വരുമ്പം അവരുടെ ശബ്ദം തിരിച്ചറിയാൻ അസ്മസ്കോട് സമൂഹത്തിലുള്ള എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങൾക്ക് ആ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ കൃത്യമായും ഒരു സന്ദേശം അവരോട് പറയും. മനസ്സിലായില്ലേ? ആ ശബ്ദം എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതുപോലെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ചിലരുടെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങാനായിട്ട് നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പൗലോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ കാരാഗൃഹ പ്രമാണി കുടുംബം എന്ത് ചെയ്തു? സ്നാനമേറ്റ് ദൈവസഭയുടെ ഭാഗമായി തീർന്നു. അപ്പം നമ്മളെന്തോ ശബ്ദമാണ് തിരിച്ചറിയേണ്ടത്? ഇതുപോലെ രക്ഷിക്കപ്പെടാനുള്ള, ദൈവമക്കളായി തീരാനുള്ളവരുടെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ആ സുവിശേഷം പറയാൻ പറ്റത്തുള്ളൂ. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, ഇങ്ങനെയുള്ള എൻ്റെ അനുജന്മാരുടെ, അനുജത്തിമാരുടെയൊക്കെ ശബ്ദം എൻ്റെ കാതുകളിൽ നിന്ന് മുഴങ്ങണമേ എന്നും പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും, ഇതുപോലെയുള്ള ചിലരുടെ ശബ്ദം എന്ത് ചെയ്യുന്നറിയാമോ? കാതുകളിൽ മുഴങ്ങാനിടയായിത്തീരും. അതുകൊണ്ട് 2025 ചിലരെ സുവിശേഷത്തിലേക്ക് നയിക്കുവാൻ, സ്നാനത്തിലേക്ക് നയിക്കുവാൻ, ദൈവസഭയുടെ ഭാഗമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചില ശബ്ദങ്ങൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുവാനിടയായിത്തീരണം. മറ്റൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിലൂടെ 16-27 വാക്യം. ലൂക്കോസ് 16:26 വാക്യം. യാതനാ സ്ഥലത്തു നിന്നൊരു ശബ്ദം. എന്താ? എൻ്റെ സഹോദരന്മാര്
ഈ സ്ഥലത്ത് വരാതിരിക്കാൻ എന്തു ചെയ്യണം? അവരുടെ അടുത്തേക്ക് ചിലരെ പറഞ്ഞയക്കണമേ. യാതനാ സ്ഥലത്ത് ഒരു ശബ്ദം. കാര്യമെന്നാ? യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ സഹോദരന്മാരോട് മാനസാന്തരത്തിന്റെ ദൂത് പ്രസ്താവിക്കണമെന്നുള്ള ആഴത്തിൽ നിന്നുള്ള ഒരു ശബ്ദം. ആഴത്തിൽ നിന്നുള്ള ശബ്ദം. ആ ശബ്ദം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അപ്പം പ്രധാനമായിട്ട് ദൈവസഭയ്ക്കകത്ത് ഒന്ന് സുവിശേഷം പങ്കുവയ്ക്കാൻ, മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കാൻ നമുക്കെന്താണ് വേണ്ടിയത്? നമുക്ക് ആത്മഭാരം, ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമുണ്ടായിരിക്കണം. പിന്നെ കൂടാതെ എന്തുകൊണ്ട് സുവിശേഷം പറയുന്നു എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന 4 വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പ്രസ്താവിച്ചത്. ഇവിടെ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്, ഇവിടെ യേശുവിൻ്റെ ദൈവത്തിൻ്റെ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഗോഡ്സ് റെവലേഷണറി മിഷനാണ്. ദൈവം തന്നെ തന്നെ എന്ത് ചെയ്യായിരുന്നു? വെളിപ്പെടുത്തുകയായിരുന്നു. മിഷൻ. 2 important themes of biblical mission: God's revelationary mission and God's redemptive mission. ദൈവത്തെ തന്നെ തന്നെ വെളിപ്പെടുത്തുക. 2, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി. അതൊരു വിശാലമായ ഭാഗമാണെങ്കിലും ഇന്നത്തെ പശ്ചാത്തലത്തിൽ, സാഹചര്യത്തിൽ ഞാൻ അവിടേക്ക് പോകുവാനായി താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ദൈവം എങ്ങനെയാ തന്നെ തന്നെ വെളിപ്പെടുത്തുക? ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി ലോകത്തിന്. എങ്ങനെയാണ്? പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ. ദൈവം ആരാണെന്ന് ദൈവം പ്രത്യേകം തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വെളിപ്പാട്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാകുന്നു. ദൈവം ആരാണെന്ന് ഈ ലോകത്തിന് മനസ്സിലാക്കാൻ അത് ജനറൽ വെളിപ്പാടാണ്, പൊതുവായ വെളിപ്പാടാണ്. പ്രപഞ്ചത്തിലൂടെ, ചരിത്രത്തിലൂടെ ഒക്കെ ദൈവം ആരാണെന്ന് ജനത്തിന് വെളിപ്പെടുത്തും. എന്നാൽ ചില പ്രത്യേക സമയത്ത് ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവം ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, 75-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടതാ. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, ഞാൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശു ആരാണെന്ന് ഞാൻ നേരിട്ട് കണ്ടതാ. അല്ലേ? അങ്ങനെ നേരിട്ട് വ്യക്തിപരമായ ബന്ധത്തിലൂടെ ദൈവത്തെ കണ്ടവരുണ്ട്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അങ്ങനെ വന്നതാണോ? അങ്ങനെ കണ്ടവരില്ല. അത് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അല്ലേ? വളരെ ചുരുക്കമാണ്. നിങ്ങളെങ്ങനെ കർത്താവിനെ കണ്ടെത്തിയത്? ചില പപ്പായും മമ്മിയും സുവിശേഷം പറഞ്ഞിട്ടായിരിക്കും. അല്ലേ? പപ്പായും മമ്മി എങ്ങനെയായിരിക്കും ദൈവത്തെ കണ്ടത്? യേശുവിനെ അറിഞ്ഞത് എങ്ങനെയാ? ആരെങ്കിലും ഒരാൾ സുവിശേഷം പറഞ്ഞിട്ടല്ലേ അവർ കർത്താവിനെ കണ്ടത്? അങ്ങനെയല്ലേ കണ്ടേക്കുന്നത്? ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തിയത് അവൻ പല വേദഭാഗങ്ങളുണ്ട്. പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 1:18 പറയുന്നുണ്ട്, റിവീൽഡ് ഹിംസെൽഫ് ത്രൂ ഇൻകാർണേഷൻ. ജഡാവതാരത്തിലൂടെ ദൈവം ആരാണെന്ന് യേശുവിൽ കൂടെ വെളിപ്പെടുത്തുവാനായിട്ടിടയായി. കഴിഞ്ഞ 2000 വർഷമായി ദൈവത്തെ വെളിപ്പെടുത്തുവാൻ എന്താണെന്നറിയാമോ? അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ ഇറങ്ങി വരുവാനായിട്ടിടയായ വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കുന്നില്ല. അങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം പല മാധ്യമങ്ങൾ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവ ചരിത്രത്തിലൂടെ ഇടപെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെങ്കിൽ ദൈവത്തെ ശരിക്ക് വെളിപ്പെടുത്താനായിട്ട് ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ്? നമ്മൾ വേഗത്തിൽ അടുത്ത ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തെ ശരിക്ക് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം പല മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്
നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ 20-ന്റെ 21-ാമത്തെ വാക്യം, യോഹന്നാൻ 20:21. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ എന്ത് ചെയ്യുന്നു? അയക്കുന്നു. അവർ ലോർഡ് ജീസസ് ഈസ് എ മിഷണറി സേവിയർ. നമ്മുടെ കർത്താവ് ലോകരക്ഷിതാവാണ്. ലോകരക്ഷിതാവാണ്. അവൻ സ്വർഗത്തിൽ നിറങ്ങി വരുവാനായിട്ടിടയായി. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ എന്ത് ചെയ്യുന്നു? അയക്കുന്നു. അപ്പോൾ പിതാവ് യേശുവിനെ അയച്ചു. യേശുവിനെ അയച്ചു. യേശു പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ എന്ത് ചെയ്യുന്നു? അയക്കുന്നു. അയക്കുക, അയക്കുക. അവിടെ അതിനു മുമ്പ് പിതാവ് എന്താ ചെയ്തേ? അവർ ഗോഡ് ഈസ് എ മിഷണറി ഗോഡ്. നമ്മുടെ ദൈവം ഒരു മിഷണറി ദൈവമായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങിച്ചെല്ലുന്ന ദൈവമായിരുന്നു. ഇറങ്ങിച്ചെല്ലുന്ന, മനസ്സിലായില്ലേ? ദൈവം എപ്പോഴും ഒരിടത്ത് ഇരിക്കുകയല്ല, ദൈവം ഇറങ്ങിച്ചെല്ലുന്ന ഒരു ദൈവമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് എന്താണ്? ആദാമേ നീ ഇപ്പം എവിടാ? അല്ലേ? ഏദൻ തോട്ടത്തിലേക്ക് ദൈവം എന്ത് ചെയ്തു? ഇറങ്ങിച്ചെന്നു. ആദാം ഹവ്വായൊക്കെ സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാപം ചെയ്തിട്ട്. ഇല്ലേ? സാറ്റ് കളിക്കുന്നവരൊക്കെ ഇതിനകത്ത് കാണും. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ സാറ്റ് കളിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ കാലമൊക്കെ മാറി, അന്നത്തെ സാഹചര്യങ്ങളല്ല. എങ്കിലും ഇന്നും ഗ്രാമത്തിലൊക്കെ അങ്ങനെ സാറ്റ് കളിക്കുന്നു. അങ്ങനെ അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നകന്നു പോയിരിക്കുന്ന മനുഷ്യൻ മരത്തിന് ചുവട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഇതാ ദൈവം ഇറങ്ങിച്ചെല്ലുക. ദൈവം ഇറങ്ങിച്ചെല്ലുക. അവർ ഗോഡ് ദ ഫാദർ ഈസ് എ മിഷണറി ഗോഡ്. പിതാവായ ദൈവം ഇറങ്ങിച്ചെല്ലുന്ന ദൈവമായിരുന്നു. ഇറങ്ങിച്ചെല്ലുന്നു. ഇന്ന് പകൽ രാത്രിവേളയിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിയാണ്. ഇറങ്ങിച്ചെല്ലുന്ന, അല്ലേ? ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ തയ്യാറാക്കണം. ദൈവം ഇറങ്ങിച്ചെല്ലുക, അല്ലേ? ദൈവം. അപ്പം കൈനോട് ചോദിക്കുന്ന നിന്റെ സഹോദരൻ എവിടെ? ദൈവം ഇറങ്ങിച്ചെല്ലുക, ഇറങ്ങിച്ചെല്ലുന്ന ഒരു ദൈവം. പുറപ്പാട് പുസ്തകത്തിൽ ഞാൻ അവരുടെ കഷ്ടത കണ്ട്, ഞാൻ അവരുടെ നിലവിളി കേട്ട് അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവം, ഇറങ്ങിച്ചെല്ലുന്ന ദൈവം. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിവേളയിൽ ഇവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ ദൈവം അനങ്ങാതിരിക്കുന്ന ദൈവമല്ല, തിരുമേനിയായിട്ടിരിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം ഇറങ്ങിച്ചെല്ലുന്ന ദൈവമായി. ഇറങ്ങിച്ചെല്ലുക. അതുകൊണ്ട് സഭയിലുള്ള ഓരോ സഹോദരിമാരും സഹോദരന്മാരും കുഞ്ഞുങ്ങളും എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് നാം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുക. യേശു ഇന്നിവിടെ വന്നാൽ എവിടെ ആയിരിക്കും? യേശു ഇപ്പം വരിക എന്ന് കൂട്ടിക്കോ. യേശു വന്നാൽ എവിടെ ആയിരിക്കും? യേശു കടൽക്കരയിലോ ഏതെങ്കിലും മലയിലോ ഏതെങ്കിലും വീടുകളിലായിരിക്കും യേശു. യേശു ഒരിടത്തും എന്ത് ചെയ്തിട്ടില്ല? ഒരു തിരുമേനിയായിട്ടിരുന്നിട്ടില്ല. യേശു എപ്പോഴും നടന്നു നീങ്ങുകയായിരുന്നു. നടന്നു നീങ്ങുകയായിരുന്നു. ഇന്ന് രാത്രി വേളയിൽ പുറപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ദിവസങ്ങളിൽ ആമേൻ അനങ്ങാതിരിക്കുവാനായിട്ടല്ല, ദൈവസഭയിൽ നിന്ന് ദൈവമക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, ആമേൻ ശക്തരായിട്ട് പുറത്തേക്ക് പോകുവാൻ നാം തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ സഭയിൽ ആത്മാക്കളെ നേടാൻ ദൈവം നമ്മളെ ശക്തിയോടെ ഉപയോഗിക്കുവാനായിട്ടിടയാകുമെന്ന് വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളും അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. രണ്ട് കരങ്ങളും അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായി പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു 1-ാം അധ്യായത്തിൽ എവിടായിരുന്നു? യേശു എവിടായിരുന്നു 1-ാം അധ്യായത്തിൽ? യോഹന്നാൻ 1 എവിടായിരുന്നു യേശു?
ആരുടെ അടുക്കലായിരുന്നു? ദൈവത്തോടു കൂടെ. അതല്ല, വ്യക്തികളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ യേശു ആദ്യം എവിടെ ചെന്നു? അന്ത്രയോസിന്റെ അടുക്കൽ. പിന്നെ ഫിലിപ്പോസിന്റെ അടുക്കൽ, നഥനിയേലിന്റെ അടുക്കൽ. യേശു ആരുടെ കൂടെയായിരുന്നു? യേശു വ്യക്തികളുടെ കൂടെയായിരുന്നു. മുഖത്തടിയിലുള്ള ദൈവമക്കളെ, കുണ്ട്രയിലുള്ള ദൈവമക്കളെ, ഈ സെക്ഷനിൽ വന്നിരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, യേശു എപ്പോഴും ജനത്തോട് കൂടെയായിരുന്നു. ജനത്തോട് കൂടെ. മനസ്സിലായില്ലേ? ജനത്തിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ നാം തയ്യാർ. 2-ാം അധ്യായത്തിൽ യേശു എവിടായിരുന്നു? എബ്രഹാം. യേശു കാനാവിലെ കല്യാണ വീട്ടിലാ. കാനാവിലെ കല്യാണ വീട്ടിൽ. 3-ാം അധ്യായത്തിൽ യേശു എവിടായിരുന്നു? ഹലോ, എൻ്റെ കൂടെ ഇന്ന് രാത്രി ഉണർവ് യോഗമല്ല, ഇന്ന് രാത്രി കർത്താവ് എവിടായിരുന്നു? നീക്കോദോമസിന്റെ വീട്ടില. നീക്കോദോമസിന്റെ അടുക്കല യേശു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. 4-ാം അധ്യായത്തിൽ യേശു എവിടായിരുന്നു? പറഞ്ഞാട്ടെ, ശമരിയക്കാരത്തി സ്ത്രീയുടെ അടുക്കൽ. മനസ്സിലായില്ലേ? യേശു അവളുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. 5-ാം അധ്യായത്തിൽ എവിടായിരുന്നു സൗപാസ്റ്റർ? അവൻ കുളക്കരയില്ല. 38 സംവത്സരമായി അവൻ സൗഖ്യമാകാതിരിക്കുന്ന ഒരുവന്റെ അടുത്തേക്ക് എൻ്റെ യേശു ഇറങ്ങിച്ചെല്ലാനിടയായി. ഇന്ന് രാത്രി ഓർത്തോണം, എൻ്റെ യേശു ഒരിക്കലും ഒരു തിരുമേനിയായിട്ടിരുന്നിട്ടില്ല. എൻ്റെ യേശു നടന്നു നീങ്ങുകയായി. സ്തോത്രം ചെയ്താട്ടെ യേശുവിൻ നാമത്തിൽ. അവൻ വളരെ ഉഷാറോടെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ ഇരിക്കൂ. എൻ്റെ യേശു ഒരിടത്തും തിരുമേനിയായിട്ടിരുന്നിട്ടില്ല. എൻ്റെ യേശു നടന്ന് നീങ്ങുകയായിരുന്നു. കരങ്ങളെ തടിക്കരുത്. അവന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ചിലരെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ എഴുന്നേൽപ്പിക്കാൻ പോകുക. Glory, hallelujah, hallelujah. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ചലിക്കാതിരിക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കാൻ പോകുകയാണ്. അനങ്ങാതെ കിടക്കുന്ന ചിലതിനെ ദൈവാത്മാവ് ചലിപ്പിക്കാൻ പോകുക. അവൻ നീ ചലിക്കാൻ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ ചില മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അനങ്ങാതെ കിടക്കുന്ന കാർ അവിടെ തന്നെ കിടക്കത്തുള്ളൂ. എന്ന് അനങ്ങാൻ തുടങ്ങിയാൽ അതിനെ മറ്റൊരു ദിശയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിക്കാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ചലിക്കാതിരിക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചലിപ്പിച്ച് ചില മണ്ഡലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുക. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് സംഘാടകരെയല്ലേ ആവശ്യം? സഭയ്ക്കകത്ത് നടന്ന് നീങ്ങുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. പുറപ്പെടുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് സഭയ്ക്കകത്ത് ചുമതലക്കാർ വേണ്ടെന്നല്ല, സുവിശേഷീകരണത്തിന് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ചലിപ്പിക്കാൻ നാം തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പിന്നെയും ആവർത്തിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ ഉറക്കെ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നു. ഇന്ന് രാത്രി 1-ാം നൂറ്റാണ്ടിൽ ലോകത്തെ കീഴ്മേൽ മരിച്ചത് ആരാണ്? 12 ശിഷ്യന്മാരാണ്. അവരെന്ത് ചെയ്യുന്നറിയാമോ? യേശു ഇരുന്നപ്പോൾ അവർ പുറപ്പെടാൻ തയ്യാറായി. അവരാണ് 1-ാം നൂറ്റാണ്ടിൽ ലോകത്തെ കീഴ്മേൽ മറിക്കാനിടയായത്. ആമേൻ. സ്വതന്ത്ര കുണ്ടറ അസംബ്ലീസ് ഗോഡ് സെക്ഷന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള പ്രാദേശിക സഭകളെ, നമ്മുടെ ദേശങ്ങളെ ചലിപ്പിക്കാൻ ദൈവത്തിന് വേണ്ടിയത് ചലിക്കാൻ തയ്യാറായി നിൽക്കുന്ന, പോകാൻ തയ്യാറായി നിൽക്കുന്ന ചില യുവജനങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്താൽ യേശുവിന്റെ നാമത്തിൽ ചെറുപ്പക്കാരെയാണ് ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം. നിങ്ങളെ കൊണ്ട് ദൈവം ഭൂമിയെ കീഴ്മേൽ മറിക്കാനിടയായി തീരും. അതുകൊണ്ട് സംഘാടകരെ കൊണ്ടല്ല, നേതാക്കന്മാരെ കൊണ്ടല്ല, ആത്മഭാരമുള്ള പുറപ്പെടാൻ ചുറുചുറുപ്പുള്ള ചില ചെറുപ്പക്കാരെ കൊണ്ട് ദൈവം ആമേൻ ഇന്നും ഓരോ ദേശത്തെ കീഴ്മേൽ മറിക്കുവാൻ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി വിളിച്ചു പറയണം, കർത്താവേ അതിലൊരു വ്യക്തിയാക്കി എന്നെ മാറ്റണമെന്ന് പറയാൻ ഇതിനകത്തിരിക്കുന്ന ആൺപൈതങ്ങൾക്ക് പെൺപൈതങ്ങൾക്ക് കഴിയുമെങ്കിൽ ദൈവം നിങ്ങളെ ശക്തിയോട് ഉപയോഗിക്കാൻ പോകുക.
പ്രവൃത്തിയുടെ പുസ്തകത്തിൻ്റെ ചരിത്രം 30 വർഷത്തെ ചരിത്രമാണ്. 30 വർഷത്തെ ചരിത്രം. സ്തോത്രം. ഒരു ഭാഷക്കാരുടെ നടുവിൽ തുടങ്ങിയ വർക്ക് പല ഭാഷക്കാരുടെ നടുവിലേക്ക് വ്യാപിച്ചു. ഒരു വീട്ടിൽ തുടങ്ങിയത് റോമിൽ വരെ കത്തിപ്പടർന്നു. സ്തോത്രം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ. മർക്കോസിൻ്റെ മാളിക മുറുകി തുടങ്ങിയ വേല കത്തിപ്പടർന്ന് 30 വർഷം കൊണ്ട് റോമിലെത്തിയതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആത്മഭാരമുള്ള പാസ്റ്റേഴ്സും ആത്മഭാരമുള്ള അപ്പോസ്തലന്മാരും, അതുമാത്രമല്ല ആത്മഭാരമുള്ള ലേമനും 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കകത്തുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തലന്മാർ മാത്രമായിരുന്നില്ല. ആമേൻ, സ്തോത്രം. ആമേൻ. ശമരിയിൽ ദൈവത്തിൻ്റെ വേല വ്യാപിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? ഒരു സാധാരണ വിശ്വാസിയായിരിക്കുന്ന ഫിലിപ്പോസ്, ആമേൻ, അവൻ തൻ്റെ ഇടത്തോടെ പുറത്തു വന്നപ്പോൾ ഇതാ ദൈവനെ ശക്തിയോട് ഉപയോഗിക്കാനിടയായി. ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ സഭകളിലുണ്ടല്ലോ ആത്മഭാരമുള്ള ഫിലിപ്പോസുമാർ എഴുന്നേൽക്കുന്നെങ്കിൽ ചില ഗ്രാമങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുക. വടക്കുണ്ടാക്കാനും ബഹളമുണ്ടാക്കാനും ജൽബോഡി കൂടാനും കേസ് കൊടുക്കാനും അല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന. പിന്നെയോ അവൻ ചുറിയുരിപ്പോടെ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ചില ഗ്രാമങ്ങളെ പരിശുദ്ധാത്മാവിനെ തീ കത്തിക്കുവാൻ ഈ തലമുറയിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇവിടെ സഹോദരന്മാരുണ്ടല്ലോ, ഫിലിപ്പോസ് സാധാരണ വിശ്വാസിയായിരുന്നു. സാധാരണ വിശ്വാസി ഒരു അസാധാരണ ദൈവപ്രവർത്തിക്കായി എഴുന്നേൽക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ശമരിയിൽ വലിയ ഉണർവുണ്ടായത്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അപ്പോസ്തലന്മാരെ കൊണ്ട് മാത്രമല്ല, സാധാരണക്കാരായിരിക്കുന്ന സഹോദരിമാരെ കൊണ്ടും സഹോദരന്മാരെ കൊണ്ടും ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്തും ഒരു സാധാരണ വിശ്വാസിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് തീ കത്തിക്കാൻ, സുവിശേഷത്തിൻ്റെ തീ കത്താൻ ഒരു തീപ്പൊരി ഇന്ന് രാത്രി വീണാൽ ഞാൻ വിശ്വസിക്കുകയാണ് ചില ഗ്രാമങ്ങൾ സുവിശേഷം അറിയാനായി പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പറഞ്ഞ സമയം അവസാനിക്കാറായതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുകയാണ്. ദൈവത്തിന് ആവശ്യം എന്നെയാണെന്നറിയാമോ? ആമേൻ. കർത്താവിന് വേണ്ടി ഓടുന്ന ചിലരെയാണ് ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. ആമേൻ. സന്ദേശത്തിൻ്റെ അവസാന വേദഭാഗത്തിലെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ആമേൻ. ശൗലിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് ആരാണ്? പത്രോസല്ല, യാക്കോബല്ല, പിന്നെ ആരാ? ഒരു അനന്യാസ്. അനന്യാസ് ആരായിരുന്നു? ഒരു സാധാരണ വിശ്വാസി, പ്രാർത്ഥനാ മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ശൗലിൻ്റെ അടുക്കിലേക്ക് അയച്ചത് പത്രോസിനെ അല്ല, ഒരു അനന്യാസിൻ്റെ നിയോഗത്തോടെ അനന്യാസ് പോയി സുവിശേഷം പറഞ്ഞപ്പോൾ ശൗല് മാനസാന്തരപ്പെട്ടു. അനന്യാസ് കൈവച്ചപ്പോൾ കണ്ണു തുറന്നു. അനന്യാസ് കൈവച്ചപ്പോൾ പൗലോസിൽ പരിശുദ്ധാത്മ പൂർണ്ണനായി. ആരെ കൊണ്ടാ ചെയ്യിച്ചത്? സഹോദരന്മാർ പറഞ്ഞാട്ടെ, പാസ്റ്റർ അല്ല, ഒരു സാധാരണ വിശ്വാസിയുടെ കരം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ ഒരുത്തനെ, അടുത്ത ഒരു ലീഡറെ വാർത്തെടുക്കാൻ ഈ അനന്യാസിനെ ദൈവം ശക്തിയോട് ഉപയോഗിച്ചു. സ്തോത്രം ചെയ്ത യേശുവിന്റെ നാമത്തിൽ. കുണ്ട്ര സെക്ഷനിലുള്ള ഓരോ പ്രാദേശിക സഭകളിൽ നിന്നും ചില അനന്യാസുമാർ എഴുന്നേൽക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ലീഡേഴ്സിനെ വാർത്തെടുക്കാൻ ദൈവത്താൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടുവാനിടയായിത്തീരും. ഇന്ന് രാത്രി എന്തിനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതെന്നറിയാമോ? ഏത് ദൗത്യത്തിന് വേണ്ടിയാ ദൈവം വിളിച്ചിരിക്കുന്നത്? ഒരു സാധാരണ വിശ്വാസിയായിട്ട് ഇരിക്കാനല്ല, പിന്നെയോ അതിനപ്പുറത്ത് ഈ തലമുറയിൽ എന്താണോ എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ടത് അത് ചെയ്യിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഒരു അനന്യാസിനെ പോലെ നമ്മൾ എഴുന്നേൽക്കുന്നെങ്കിൽ ചില ശൗലുമാരെ മാനസാന്തരത്തിലേക്ക് നയിച്ച് അടുത്ത ലീഡേഴ്സിനെ വാർത്തെടുക്കുവാൻ ഇതാ ദൈവം നമ്മെ ശക്തിയോടെ ഉപയോഗിക്കുവാനായി പോകുക. ഹല്ലേലൂയ.
നോർത്ത് ആംപ്ടൺ ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ ശിശുടന്മാരുടെ യോഗത്തിൽ വില്യം കേറി ചോദിച്ചു, ലോകത്തിലെ സകല ജാതികളോട് സുവിശേഷം ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞു. ഒരു പ്രായമുള്ള അപ്പച്ചൻ പറഞ്ഞു, ഏ യുവാവേ, നീ എവിടെ ഇരിക്കുക, ജാതികളുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും, ദൈവം അത് ചെയ്തുകൊള്ളും, നിന്റെ എൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുത്തൻ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മെ അധൈര്യപ്പെടുത്തുന്നവർ കണ്ടേക്കാം. പക്ഷേ വില്യം കേറി ആധുനിക മിഷണറി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായി, ബൈബിൾ പരിഭാഷ രംഗത്തെ മികച്ച സംഭാവനകൾ നൽകുവാനിടയായി. സെറാമ്പൂറിൽ മിഷണറി പ്രവർത്തനങ്ങൾ തുടങ്ങി. വില്യം കേറി മരിക്കുമ്പോൾ 10,000 ആത്മാക്കൾ തൻ്റെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി, അവസാനത്തെ യാത്രയോഗത്തിന് വേണ്ടി വരാനിടയായി. എൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? സകല ജാതികളോട് സുവിശേഷം അറിയിക്കുവാനുള്ള ദൈവനിയോഗം ഏറ്റെടുത്തുകൊണ്ട് വില്യം കേറി വലത് കാലെടുത്തു വെച്ചപ്പോൾ അവൻ ആര് തന്നെ പിന്തുണച്ചില്ലെങ്കിലും ആ വചനത്തിൻ്റെ ദൂതേറ്റെടുത്ത് താൻ പോകാൻ തയ്യാറായത് കൊണ്ട് 10,000 ആത്മാക്കൾ ഇതാ തൻ്റെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ടിടയായി. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഒരു വില്യം കേറി യേശുവിന് വേണ്ടി പോകാൻ തയ്യാറായി. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരാൾ പോകാൻ തയ്യാറായത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം ഇതാണ്, ഒരാൾ പോകാൻ തയ്യാറായാൽ ആ 10,000 ആത്മാക്കൾ രക്ഷിക്കപ്പെടുക മാത്രമല്ല, അനേക സഭകൾ സ്ഥാപിക്കുക മാത്രമല്ല, വർഷങ്ങളായി ഇന്നും വില്യം കേറിയെ കുറിച്ച് ദൈവദാസന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണെന്നറിയാമോ? മത്തായി 28:18 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി താൻ പുറപ്പെടുവാൻ തയ്യാറായി. കുണ്ട്ര സെക്ഷനിലുള്ള എൻ്റെ യങ്സ്റ്റേഴ്സിനോട് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം, ഈ ക്യാമ്പിലൂടെ ആരെങ്കിലും ഒരാൾ എഴുന്നേൽക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ നിമിത്തം ചില ഗ്രാമങ്ങൾ യേശുവിനെ അറിയുവാൻ, 100 ആയിരക്കണക്കിന് ആത്മാക്കൾ മുൻപോട്ട് വരുവാൻ അതൊരു മുഖാന്തരമായി തീരുമെന്ന് ഈ സാക്ഷ്യം നമ്മളെ വ്യക്തമാക്കുകയാണ്. ഹഡ്സൺ ടൈലർ ചൈന ഇൻലാൻഡ് മിഷന്റെ ഓവർസീസ് മിഷണറി ആയിരുന്നു, സ്ഥാപക നേതാവായിരുന്നു ഹഡ്സൺ ടൈലർ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ 849 മിഷണറിമാരുണ്ടായിരുന്നു, 205 മിഷൻ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാ ഒരു മിഷണറിയായി എന്നറിയാമോ? അദ്ദേഹം സകലവും നിവർത്തിയായി എന്ന ഒരു ട്രാക്റ്റ് വായിച്ചാണ് ഈ ഹഡ്സൺ ടൈലർ ഒരു വിശ്വാസിയായത്. ഹലോ കേട്ടവരുടെ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ഒരു ട്രാക്റ്റ് വായിച്ച്, സകലവും നിവർത്തിയായി എന്ന് പറയുന്ന ഒരു ട്രാക്റ്റ് വായിച്ചാണ് ഹഡ്സൺ ടൈലർ ഒരു വിശ്വാസിയായത്. അദ്ദേഹം വിശ്വാസിയായത് കൊണ്ട് എത്ര മിഷണറിമാർ പുറത്തു വന്നു, എത്ര മിഷൻ സ്റ്റേഷൻസ് പുറത്തു വന്നു. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഞാനും നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്രാക്റ്റ്, എൻ്റെയും നിങ്ങളുടെയും ഒരു സമർപ്പണ നിമിത്തമായി കർത്താവിൻ്റെ ഒരു താമസിക്കുന്നെങ്കിൽ 100 സഭകൾ ഇതാ ഈ ദേശത്ത് രൂപം കൊള്ളാൻ പോകുകയാണ്. അത് വിശ്വാസത്താൽ കാണുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയും യോഗം അവസാനിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഞാൻ അതിലേക്ക് ഒരു വാക്ക് നിർത്തുവാനായി പോകുകയാണ്. ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് വേണ്ടിയത് ആത്മസമ്പാദകരെയാണ്, ഉത്സാഹമുള്ളവരെയാണ് ദൈവസഭയ്ക്ക് വേണ്ടിയത്. ഇന്ന് രാത്രി ഈ മിഷന്റെ മീറ്റിംഗിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, സുവിശേഷീകരണമെന്ന് പറയുന്നത് നരകത്തെ ആക്രമിച്ച് സ്വർഗത്തെ നിറയ്ക്കുക എന്നുള്ളതാണ്. വില്യം ബൂത്ത് ഇങ്ങനെ പറഞ്ഞു, പള്ളിയിലെ മണിനാഥ പരിധിക്കുള്ളിൽ കഴിഞ്ഞുകൂടുവാനാണ് അല്ല ആഗ്രഹിക്കുന്നത്,
നരകത്തിന്റെ മുറ്റത്ത് വീണ്ടെടുപ്പിന്റെ കട തുറക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു എന്ന് വില്യം ബൂത്ത് പ്രസ്താവിക്കുവാനായിട്ടിടയായി. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളോട്, സഭയുടെ പ്രധാനപ്പെട്ട ആൾക്കാരോട് ഇന്ന് രാത്രി പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് നരകത്തിന്റെ മുറ്റത്ത് വീണ്ടെടുപ്പിന്റെ കട തുറക്കുവാൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് നരകത്തെ ആക്രമിച്ച് സ്വർഗത്തെ നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. നരകത്തിൻ്റെ മുറ്റത്ത് വീണ്ടെടുപ്പിൻ്റെ കട തുറക്കണം എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ചില മക്കളെയാ ദൈവത്തിന് ആവശ്യം. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? ഈ വെയിൽസിൽ ഇവാൻ റോബർട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവഭൃത്യൻ ഉണ്ടായിരുന്നു. വലിയ ഉണർവുണ്ടായി. ഇന്നത്തെ ഭാഷയിൽ അവൻ സോദോം ഗൊമോറ പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു അന്നത്തെ വെയിൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഇവാൻ റോബർട്ട്സ് എനിക്ക് വെയിൽസിൽ ഒരു ഉണർവ് വേണമെന്ന് പറഞ്ഞ് ആമേൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹം തയ്യാറായത് എപ്പോഴാണെന്ന് അറിയാമോ? 26-ാമത്തെ വയസ്സിൽ ഇവാൻ റോബർട്ട്സ് പറഞ്ഞു, എനിക്ക് വെയിൽസിനെ വേണം, വെയിൽസിൽ ഒരു ഉണർവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇതാ തൻ്റെ ഇടത്തോടെ എഴുന്നേൽക്കുവാനിടയായി. അതുകൊണ്ടാണ് വെയിൽസിൽ ശക്തിയേറിയ ഒരു ഉണർവുണ്ടാകുവാനിടയായത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി ഇവാൻ റോബർട്ട്സിനെ പോലെയുള്ള ചില ചെറുപ്പക്കാർ, എത്ര പേര് പറയും മുഖത്തലിയിൽ ഒരു ഉണർവ് വേണം, കുണ്ട്രയിൽ ഒരു ഉണർവ് വേണം, നല്ലിലയിൽ ഒരു ഉണർവ് വേണം. ഈ കൊല്ലം ജില്ലയുടെ ഏതെല്ലാം ഗ്രാമങ്ങളെ കൈവശമാക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. എനിക്ക് ഈ സ്ഥലം വേണം, ഈ സ്ഥലത്തൊരു ഉണർവ് വേണം, അതിന് ഞാൻ എന്തിനും തയ്യാറാണെന്ന് ഇവാൻ റോബർട്ട്സിനെ പോലെ പറയാൻ ആമേൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓർത്തോണം. ആമേൻ വെയിൽസിൽ വലിയ ഉണർവിന് കാരണക്കാരനാക്കി ഇവാൻ റോബർട്ട്സിനെ മാറ്റിയതുപോലെ ഈ തലമുറയിൽ ഭാരത സുവിശേഷീകരണത്തിൽ അവൻ ദൈവരാജ്യ യാവനത്തിൽ സഭകൾ സ്ഥാപിക്കുന്നതിൽ ഇതിനകത്തിരിക്കുന്ന ചില പെൺമക്കളെയും ആൺമക്കളെയും ഈ തലമുറയിൽ ദൈവം ശക്തിയോട് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. അങ്ങനെ താല്പര്യമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ദയവായി മുൻപോട്ട് വന്നാട്ടെ. എല്ലാവരും മുന്നോട്ട് വന്നാട്ടെ. നിങ്ങളുടെ ഇരിപ്പിടം വിട്ട് എല്ലാവരും ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഒരു നിമിഷം എല്ലാവരും മുൻപോട്ട് വന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുഞ്ഞുങ്ങളും പ്രായമുള്ളവർ ഒഴികെ ബാക്കി ചെറുപ്പക്കാരെല്ലാവരും ഒരു 50 വയസ്സിന് താഴെയുള്ള എല്ലാവരും ദയവായിട്ട്, അല്ല 50 വയസ്സിൽ കൂടുതലുള്ളവരും മുൻപോട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിൽ എല്ലാവരും മുൻപോട്ട് വന്നാട്ടെ. ഈ ക്യാമ്പിൻ്റെ സമാപന സമയത്തേക്ക്, ഈ രാത്രിയിലെ യോഗത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുമ്പോൾ എല്ലാവരും വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒന്ന് കരങ്ങൾ വീശി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാ കണികളും അടച്ചാട്ടെ. ചെയ്തിലുള്ള അഭിഷിക്തന്മാര് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആര് കാഴ്ചക്കാരായിട്ടല്ല, കേൾവിക്കാരായിട്ടല്ല. അടുത്ത 4-5 മിനിറ്റുകൾ, ഒരു 10 മിനിറ്റ് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കൈകളും താഴ്ത്തിയിടാം, എല്ലാ കരങ്ങളും താഴ്ത്തിയിടാം. Praise the Lord. Thank you, Jesus. Thank you, Jesus. Hallelujah. Oh, rabala habdana rabasiyadala. Shadala bala habdana raba. 2-3 ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. വില്യം കേറി, ഇവാൻ റോബർട്ട്സ്, ഹഡ്സൺ ടെയ്ലർ. ആരോ കൊടുത്ത ഒരു ട്രാക്ട് നിമിത്തം ഹഡ്സൺ ടെയ്ലർ ഒരു സുവിശേഷകനായി അനേക മിഷനറിമാരെ വാർത്തെടുത്തു.
അനേക മിഷൻസ് സ്റ്റേഷൻ സ്ഥാപിച്ചു. ഒരു ഇവാൻ റോബർട്ട്സ് നിമിത്തം വെയിൽസിൽ വലിയ ഉണർവുണ്ടായി. 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ നിമിത്തം വെയിൽസിൽ വലിയ ഉണർവുണ്ടായി. Glory to God, Jesus. ഒരു ഫിലിപ്പോസ് നിമിത്തം ഒരു ശമരിയിൽ വലിയ ഉണർവുണ്ടായി. ആ ഗ്രാമം മുഴുവൻ സന്തോഷിക്കുവാനായിട്ടിടയായി. ഒരു അനനിയാസ് നിമിത്തം അടുത്ത ഒരു നേതാവ് പുറത്തു വരാനിടയായി. ഇന്ന് രാത്രി കർത്താവേ, ജോലിയോടുള്ള ബന്ധത്തിലാണെങ്കിലും അന്ത്യനിയോഗമനുസരിച്ച് പുറപ്പെടുവാൻ പിതാക്കന്മാർ പലരിരുന്നു. അടുത്ത തലമുറയെ സുവിശേഷീകരിക്കുവാൻ ഞാൻ പുറപ്പെടാൻ റെഡിയാ. ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ യേശുവിന് വേണ്ടി വില കൊടുക്കുവാൻ, യേശുവിൻ്റെ ഒരു ദൗത്യം നിർവഹിക്കുവാൻ കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ എന്ന് പറയാൻ. ഹല്ലേലൂയ. പൂർണ്ണസമയ ശുശ്രൂഷകന്മാരായിട്ട് പോകാനല്ല, ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവം എനിക്ക് തരുന്ന കൃപയനുസരിച്ച് ചില ആത്മാക്കളെ നേടാൻ, ചില ഗ്രാമങ്ങളെ സുവിശേഷീകരിക്കാൻ, ചില ഉണർവിന് കാരണമായി തീരാൻ കർത്താവെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര ചെറുപ്പക്കാർക്ക് താല്പര്യമുണ്ട്? എത്ര പ്രായമുള്ളവർക്ക് താല്പര്യമുണ്ട്? ഇന്ന് രാത്രി അങ്ങനെ ഒരു തീരുമാനത്തോടെ യേശുവിന് വേണ്ടി വില കൊടുക്കുവാൻ, യേശുവിന് വേണ്ടി മരിക്കുവാൻ, ചില രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി, ചില ഗ്രാമങ്ങളുടെ ഉണർവിന് വേണ്ടി യേശുവേ എന്നെ ഉപയോഗിക്കണമേ. ഒരു ഇവാൻ റോബർട്ട്സിനെ പോലെ, ഒരു വില്യം കേറിയെ പോലെ, ഒരു ഫിലിപ്പോസിനെ പോലെ എന്നെ ഉപയോഗിക്കണമേ കർത്താവേ എന്ന് പറയാൻ, അങ്ങനെ സമർപ്പണത്തോടെ വരാൻ, അങ്ങനെ ഒരു ഇഷ്ടപ്പെടുത്തി വയ്ക്കുവാൻ കർത്താവേ ഞാൻ തയ്യാറാണെന്ന് പറയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവിന് വേണ്ടി വില കൊടുക്കാൻ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. വെറുതെ കരം ഉയർത്തരുത്, സമർപ്പണത്തോടെ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു മിഷണറിയായി എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് പറയാം. കരങ്ങൾ ഉയർത്തിയവർ ഉറക്കെ ഉയർത്തിപ്പിടിച്ചാട്ടെ, കരം ഉയർത്തിപ്പിടിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി മുഖത്തിലെ ഏജി സഭയുടെ ഈ ഹാളിനകത്ത് നിങ്ങൾ കരമുയർത്തിയിരിക്കുമ്പോൾ സ്വർഗം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള അഭിഷിക്തന്മാരില്ല, സ്വർഗം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാ. ഒരു നിയോഗം ദൈവം നിങ്ങളുടെ മേൽ അയച്ചു തുടങ്ങിയിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്റ്റേജിലുള്ള എല്ലാ അഭിഷിക്തന്മാരും ദയവായിട്ട് ഒരു നിമിഷം താഴേക്ക് ഇറങ്ങി ഈ കുഞ്ഞുങ്ങളെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ദൈവത്തിന് സ്തോത്രം. സ്റ്റേജിലുള്ള അഭിഷിക്തന്മാരെല്ലാവരും ദയവായി താഴേക്ക് ഇറങ്ങി വന്നാട്ടെ. ഇവരുടെ അടുത്തേക്ക് പോയിക്കാട്ടെ. നിങ്ങളുടെ കരങ്ങൾ വെച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കരമല്ല, ദൈവത്തിന്റെ കരം ഈ കുഞ്ഞുങ്ങളുടെ മേൽ വെക്കട്ടെ. ഈ കരമുയർത്തിയവർക്ക് വേണ്ടി ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചാണ് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമം. പുറകെ നിൽക്കുന്നവരും പ്രാർത്ഥിച്ചോണ്ട് നിന്നാട്ട്. പരിശുദ്ധാത്മാ നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാ. ഓ റബല ഹബ്ദന റബഷ്. യേശുവിന് വേണ്ടി ഒരു മിഷണറിയായി. താങ്ക് യു ജീസസ്. ഓ റിബബല വശംദന റബസിയദലലഗദലഗ. യേശുവിൻ പിൻപേ പോകാനുറച്ചു
യേശുവിൻ പിൻപേ പോകാനുറച്ചു പിന്മാറാതെ ഞാൻ മാറാതെ. ചേർന്ന് പാടിക്കാട് പിന്മാറാതെ പിന്മാറാതെ യേശുവിൻ പിൻപേ പോകാനുറച്ചു. ഹല്ലേലൂയ. യേശുവിൻ പിൻപേ പോകാനുറച്ചു. യേശുവിൻ പിൻപേ പോകാനുറച്ചു പിന്മാറാതെ പിൻഗമിക്കും പിന്മാറാതെ പിൻഗമിക്കും. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. Not turning back, not turning back, not turning back, not turning back. Oh, not turning back, not turning back. Oh, hallelujah, 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 hallelujah. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ശക്തിയോടെ കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ പൊക്കളത്തിൽ നാം ഒരു ധീരരായി യേശുവിൻ നാമമതേന്തി. പൊക്കളത്തിൽ നാം ഒരു ധീരരായി യേശുവിൻ നാമമതേന്തി. ഓ പോയിടം സുവിശേഷം ഓതിടം നാടകം അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ഓ പോയിടം സുവിശേഷം ഓതിടം നാടകം അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ഓ ആയിരങ്ങൾ പതിനായിരങ്ങളിത പാപത്തിനാഴത്തിൽ വീണു. ഓ ആയിരങ്ങൾ പതിനായിരങ്ങളിത പാപത്തിനാഴത്തിൽ വീണു. ഓ കയറുവാൻ കര കാണാതുഴലുന്ന നേരം നേടിട സ്നേഹ കൊടിയാ. ഓ കയറുവാൻ കര കാണാതുഴലുന്ന നേരം നേടിട സ്നേഹ കൊടിയാ.